ഞങ്ങളുടെ നാട്ടിലെ വണ്ണാൻടൊള്ളി ആനപ്രേമിന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. മതപ്പാടെന്ന് പറയുന്നത് അതാണ്. ഏത് ആന ഒരു 50 മീറ്റർ ദൂരെ നിന്ന് കണ്ടാലും നീ കൃത്യമായിട്ട് പേര് പറയും. ഏറ്റവും വൃത്തിയായിട്ട് ആനകളെ നോക്കുന്ന ഇന്ത്യയിൽ ഏക ഒരു സ്ഥലം കേരളം മാത്രമാണ്. അപ്പൊ ഇത്രയും കെയർ കൊടുത്തിട്ടും പിന്നെന്താ ഇവിടെ ഇത്രയും പ്രശ്നം? റോബോട്ടിന്റെ ആന വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും പരിഷ്കരിച്ച് എന്നാ പിന്നെ നമുക്ക് മേളം കൂടെ റെക്കോർഡ് ഇടാം, മേളക്കാരെ എല്ലാം ഒഴിവാക്കാം. ഞാനിപ്പോ നിൽക്കുന്നത് കോന്നി കല്ലേലി അച്ചൻകോവിൽ റോഡിലാണ്. രാവിലെ കല്ലേലി അമ്പലത്തില് തൊഴാൻ വന്നാണ്. ഇതെന്റെ അനിയൻ ശരത്താണ്. അപ്പം ഇവനോടൊപ്പമാണ് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ട് വന്നേ. ആ ടൈമില് ഞങ്ങൾ തമ്മിൽ, ഇവനൊരു ആനപ്രേമിയാണ്. ഞങ്ങളുടെ നാട്ടിലെ വണ്ണാൻടൊള്ളി ആനപ്രേമിന്ന് ഒരു പക്ഷേ പറയേണ്ടി വരും. അതായത് ആനയെ സംബന്ധിച്ച് എന്ത് ടോപ്പിക് ഇട്ടാലും എന്തിട്ടാലും 10 മണിക്കൂർ വേണേലും അവൻ നിന്ന് സംസാരിക്കും. അപ്പൊ ഇവനോടൊപ്പം യാത്രയായപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്നത്തെ ടോപ്പിക് ആനയിലൂടെ തന്നെ വരുമെന്ന്. അപ്പൊ റീസെന്റ് നമ്മള് ആനയുടെ എഴുന്നള്ളിപ്പ് അതൊക്കെ ഒരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേര് കഴിഞ്ഞിടയ്ക്കും കോഴിക്കോട് അതേപോലെ തന്നെ പലയിടത്തായിട്ട് എഴുന്നള്ളിക്കുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇവനോട് സംസാരിച്ചപ്പം ഇവൻ അതിനെപ്പറ്റി സംസാരിക്കാൻ കുറെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആൾക്കാർക്കും അതിനെപ്പറ്റി കുറച്ച് അവബോധം കൊടുക്കാനും കുറച്ച് റിയാലിറ്റി സംസാരിക്കാനും ഇവന് പറ്റും. അപ്പൊ ഞാനിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള, അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ ഇവനിലൂടെ നമുക്കൊന്ന് തേടാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം ശരത്തെ, ഇതിനകത്തില് മെയിനായിട്ട് എനിക്കുള്ള, അതായത് ഞാനൊരു വലിയ ആനപ്രേമിയോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് ആനയുമായിട്ട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ഉത്സവത്തിന് പോകുന്നു, ആനയെ കാണുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ നിന്നോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ജെനുവിൻലി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ആന എന്ന് പറയുന്നത് ഉത്സവത്തിന് മാത്രമേ ഞാനൊക്കെ കാണാറുള്ളൂ. അപ്പൊ ഈ ഒരു വർഷം മൊത്തം ഉത്സവ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ ഈ ആനയുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, അതേപോലെ ഇതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. ഇപ്പം ആനകളെ പറ്റി പറയുമ്പം ഒരു വർഷം ഒരു നമ്മുടെ മലയാള മാസം കണക്കൂട്ടിയാണ് ആനകളുടെ എഴുന്നള്ളിപ്പുകളും കാര്യങ്ങളും ചെയ്യാറ്. അതുപോലെ ഒരു ആനയ്ക്ക് മതപ്പാടെന്ന് പറയുന്നത് അതിന്റെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യമായിരിക്കുന്ന ഒരു ആനയ്ക്കുള്ള സാധനമാണ് മതപ്പാട്. അപ്പം ഒരു വർഷത്തിൽ ആരോഗ്യപരമായ ഒരു ആന 3 മാസം മതപ്പാടിൽ നിൽക്കണം എന്നാണ്. അതതിന്റെ ശാരീരിക ഘടനയെ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ട് നിർത്താൻ വേണ്ടിയുള്ളൊരു രീതിയാണ്. അപ്പം ഉത്സവ സീസൺ എന്ന് പറയുന്നത് ചിങ്ങമാസം തൊട്ട് കർക്കിടകം മുന്നേ വരെ, 2 മാസം മുന്നേ വരെയാണ് ഉത്സവ സീസൺ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കാണ് ആനകൾക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു 3 മാസം ആണ്. സയന്റിഫിക്കലി പറയുന്നത് 3 മാസമാണ്. അത് 8 മാസത്തിലേക്കൊക്കെ പോകുന്ന ആനകളും ഉണ്ട്. അതാണ് ഈ മതപ്പാടെന്ന് പറയുന്നത്. അതാണ് ആനകൾക്കുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന കാര്യം ആണ് ഈ മതപ്പാടെന്ന് പറയുന്നത്. ആ സമയമാണ് ആനകൾക്ക് റെസ്റ്റ്, പരിപൂർണ്ണ റെസ്റ്റ് കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് അടുത്തങ്ങും പോകാൻ പറ്റില്ല. അടുത്ത് പോകാൻ പറ്റുന്ന ശാന്തന്മാരായ ഒരുപാട് ആനകൾ കേരളത്തിലുണ്ട്. അതേപോലെ എന്നാൽ സ്വന്തം നിഴലിനെ പോലും യുദ്ധം ചെയ്യുന്ന സമയമാണത്. ആ സമയത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്താ പറയാ സാന്നിധ്യം പല ആനകൾക്കും ഒരാളെ മാത്രം ആന അടുപ്പിക്കും അതിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഒരു മനുഷ്യരെ അടുപ്പിക്കാൻ പറ്റാത്ത ആനകളുണ്ട്, ഒരുപാട് ആനകളുണ്ട്. എന്നാൽ ഇതൊന്നും പ്രശ്നവും ഇല്ലാത്ത ഏത് സമയവും എന്നെ എവിടെയും കൊണ്ടുപോകാമെന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിനെക്കാട്ടിൽ നമ്മളോട് സ്നേഹത്തോടെ നിൽക്കുന്ന ആനകളും കേരളത്തിൽ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഉദാഹരണം ഔട്ടത്ത് രാജേന്ദ്രൻ ആന, അങ്ങനെ ഒരുപാട് ആനകളുണ്ട്. അപ്പൊ എത്ര ആനയുണ്ട് ഇപ്പൊ കേരളത്തിൽ? ഏകദേശം ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം ഒരു വർഷം 25 ആനകൾ വെച്ച് 2-3 വർഷം കൂടി ചരിഞ്ഞത് കൊണ്ട് എന്നിട്ടാണേലും ഇപ്പൊ ഒരു 300-ൽ പരം നാട്ടാനകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എഴുന്നള്ളത്തുകൾക്ക് ഉപയോഗിക്കുന്നതുമായ ആനകൾ ജീവിച്ചിരിപ്പുണ്ട് കേരളത്തിൽ. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആനകളാണ്. ഒരു 30% നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന ആനകളാണ്. എന്നാൽ അതിന്റെ ഒരു ഭൂരിഭാഗം ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും അവിടെ വീടുകളിൽ ജനിച്ച ആനകളാണ്. കാട്ടിലല്ല, വീടുകളിൽ ജനിച്ച ആനകളാണ്. അവിടെ നമ്മളിവിടെ മൃഗങ്ങളെ വളർത്തുന്ന പോലെ അവിടെ ഒരു പരിപാടിയാണ് ഈ ആനകളെ വളർത്തുക എന്നുള്ള കാര്യം. അപ്പം അവിടെ ഉള്ള ആനകൾ കർണാടക, ബീഹാർ, അവിടെ നിന്നൊക്കെ നമുക്ക് എത്തിച്ച ആനകളാണ് കേരളത്തിലേക്ക്. അല്ല, ഞാനേ നിന്നോട് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ നിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ എപ്പോഴും ഏതാന ഒരു 50 മീറ്റർ ദൂരെ നിന്ന് കണ്ടാലും നീ കൃത്യമായിട്ട് പേര് പറയും. പക്ഷെ ഞാനിങ്ങനെ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാ പറയുന്നത്. അപ്പൊ പലരും ഇതുപോലെ ചോദിച്ചിട്ടുമുണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് പോയ ടൈമിൽ പലരും നിന്നോട് ചോദിച്ചിട്ടുണ്ട്.
അതെങ്ങനെയാണ് ഈ തിരിച്ചറിയുന്ന കാര്യം? നമുക്ക് കാണുമ്പോ രണ്ട് കൊമ്പുണ്ട്, എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഇല്ല ചൈനക്കാരുടെ കാര്യം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് തോന്നുന്നു. അതെങ്ങനെ തിരിച്ചറിയുന്നേ? തിരിച്ചറിയുന്നത് നമ്മളെ ഓരോരുത്തരെയും കാണാൻ ഒരു ഐഡന്റിറ്റി ഇല്ലേ? നമുക്ക് എല്ലാവർക്കും മനുഷ്യരെ തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ആനകൾക്കും വ്യത്യാസങ്ങളുണ്ട്. ആ കൊമ്പുകളിൽ വ്യത്യാസമുണ്ട്, അതിയുടെ മതഗിരിയിൽ വ്യത്യാസം വരുന്നുണ്ട്, തലക്കുഞ്ഞി, അങ്ങനെ പലതിലും. ഒരു ആന ഒരുപോലുള്ള ആനകൾ വളരെ റെയറാണ്. വളരെ എല്ലാ ആനകളും ഒരുപോലെ അല്ല. കാട്ടിക്കിടക്കുമ്പോൾ ആനകളെല്ലാം ഒരുപോലെ നമുക്ക് കാണാം. അതിന്റെ ദേഹത്തെ ഒന്നും പുറത്ത് കാണുന്നില്ല. അതിന്റെ ദേഹത്തെ മതഗിരി ആയിക്കോട്ടെ, കറുത്ത കളർ പുറത്താണ്. അത് മണ്ണൊക്കെ വാരി പൂശി നടക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടാനകളെ ഏറ്റവും വൃത്തിയായിട്ട് ആനകളെ നോക്കുന്ന ഇന്ത്യയിലെ ഏക ഒരു സ്ഥലം കേരളം മാത്രമാണ്. അതുകൊണ്ട് ബാക്കി എല്ലായിടത്തും വൃത്തിയാണ്. ആന ചുവതല സമയത്ത് കുളിപ്പിക്കാറില്ല, അതിന്റെ കാര്യങ്ങള് മരുന്നുകൾ സമയത്ത് കൊടുക്കാറില്ല. നമ്മൾ കേരളത്തിൽ എല്ലാവരും പല ആനകളും പീഡിപ്പിക്കുന്നു പറയാം. ശരിക്കും പീഡനം നടക്കുന്നത് മറ്റ് തമിഴ്നാട്ടിലും കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെ, അവിടെ ആനകളെ ഇപ്പോഴും ഫിഷയ്ക്ക് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഫിഷയ്ക്ക് ആനകളെ കൊണ്ട സ്ഥലമുണ്ട്. ബീഹാറിലും ആസാമിലും ഒക്കെ ആനകളെ കൊണ്ട് ഒരാൾ കയറി പൊക്കത്തിരിക്കും, അങ്ങ് നടക്കും. എന്നിട്ട് വീട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്കൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ വൈറലായിട്ടുണ്ട്. ആനപ്പുറത്ത് കയറി ഇരിക്കുക, റോഡ് തടഞ്ഞു നിർത്തി എന്താ പൈസ വാങ്ങിക്കുക, അങ്ങനെ പരിപാടി നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യയില്. അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വൃത്തിയായിട്ട് ആനകളെ നോക്കുന്ന സ്ഥലം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും കെയർ കൊടുത്തിട്ടും പിന്നെന്താ ഇവിടെ ഇത്രയും പ്രശ്നം? അത് മൃഗസ്നേഹികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന, സ്വയം മൃഗസ്നേഹിയാണ് എന്ന് അങ്ങ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ ഒരു അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഇതിനകത്ത് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ആൾക്കാരെ കൊല്ലുന്നത് തീർച്ചയായും അത് നമ്മള് അങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും വരുന്നത്. ആൾക്കാരെ എന്തുകൊണ്ട് ആനകൾ കൊല്ലുന്നു എന്നുള്ളത്. ആനയാണ് അല്ലെങ്കിൽ ആ ഒരു ജീവിയെ എന്നും ആനയായി കാണാതെ അതിനെ എന്താ പറയുന്നത്, നമ്മളൊരു പട്ടിയുടെയും പൂച്ചയുടെ അടുത്ത് പെരുമാറുന്ന പോലെ ആനയുടെ അടുത്ത് പട്ടിയും പൂച്ച പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ അതുകൂടി അതിന്റെ പാട്ടിന് പോകും. ഒരിക്കലും ആനകൾ അത് ചെയ്യില്ല. ആനകൾക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ സോണിന് ഭേദിച്ചകത്തൊരാൾ ചെന്ന് കഴിഞ്ഞാൽ ആനകൾ പ്രതികരിക്കും. ആന അത് ഉദ്ദേശിക്കുന്നത് പുറമേ ഉള്ള ആൾക്കാരെയാണ്, ഉടമസ്ഥന്മാരെ. എഴുന്നള്ളത്തിന്റെ നിശ്ചിതമായ അകലം പാലിക്കണം ആനയിൽ നിന്ന്. ആനകളിൽ നിന്ന് നിശ്ചിതമായ അകലം പാലിക്കണം. എന്താ ഫോറസ്റ്റും വന്യജീവി വകുപ്പുകളും പറഞ്ഞിരിക്കുന്ന അകലമുണ്ട്. ആ അകലം കറക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കും. ഉത്സവത്തിന് കമ്മിറ്റിക്കാരാണോ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? തീർച്ചയായും കമ്മിറ്റിക്കാരാണ്. ഒരു ആനയെ ഒരു ദിവസത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന പരിപൂർണ്ണ ഉത്തരവാദിത്തം, ഒരു ആന പരിപാടിക്ക് ഇറങ്ങിയ തൊട്ട് തിരിച്ച് ആന ലോറി കയറുന്ന വരെയുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്തം ഉത്സവ കമ്മിറ്റിക്കാർക്കാണ്. അവരാണത് ശ്രദ്ധിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഉടമകള് ഇതിനകത്തൊരു ഇത് എടുക്കണ്ടായോ? ഉടമകൾ വിടുക്കണം. ഉടമകൾ അതേപോലുള്ള ഉത്സവങ്ങൾക്ക് മാത്രമേ ആനകളെ വിടാവൂ. ആനകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന, എന്താ പറയുന്ന, ഒരുപാട് ആനകൾ അരോചകമായിട്ട് ആനകൾക്കൊരു ഇതില്ല. എല്ലാരും പറയില്ല മനുഷ്യന് എത്ര ആണെന്നുള്ളത് സഹിക്കുന്നു പറഞ്ഞിട്ട് ആനകൾക്കും അതേപോലുള്ള കാര്യങ്ങളുണ്ട്. ആനകളെ അതേപോലെ ഉത്സവങ്ങൾക്ക് വിടണം. അതുപോലെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് കേരളത്തിൽ. എന്താ ഉദാഹരണം പറയാൻ വേണ്ടി തൃശ്ശൂർ പൂരം, അങ്ങനെയുള്ള ആറാട്ടുപുഴ പൂരങ്ങള്, ആനയടിപ്പൂരം, അങ്ങനെ ഒരുപാട് പൂരങ്ങളുണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന ഉത്സവങ്ങളുണ്ട്. ആനകളായി കണ്ടും അതിനെ സംരക്ഷിക്കേണ്ട രീതി സംരക്ഷിക്കുന്ന സമയത്ത് ആഹാരം ഉണ്ടാവുന്നില്ല. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ട്, അടുത്തിടെയും ഉണ്ടായിട്ടില്ല. ഞാൻ ചിന്തിച്ചു വലിയ അമ്പലങ്ങളിൽ ഇങ്ങനത്തെ പേര് കേട്ട അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നും ഈ പ്രശ്നം നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. വിരലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ആനക്കാരുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകളുണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്നതുകൊണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്ന ജീവിയാണ് ആന എന്ന് പറയുന്നത്. അപ്പൊ ഈ ആനക്കാരും ഉടമസ്ഥരും കമ്മിറ്റിക്കാരും എല്ലാം ഇതിനകത്തില് പൂർണ്ണ ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടതാണ്. മറ്റൊരു ആൾക്കാരെയും ജീവികളെയും കാണുന്ന പോലെ ആനയെ കാണുകയും ചെയ്യരുതാരും. എല്ലാവരുടെയും ചിന്തകളാണ്. ഇതാണോ ഇതിനൊരു പരിഹാരമായിട്ട് പറയുന്നത്? പരിഹാരം തന്നെയാണ്. പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പരിഹാരം കൂടുതൽ പറയാൻ വേണ്ടിയാണെങ്കിൽ വിശ്രമം കൊടുക്കുക. ആനകൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കും വിലം ഓടിക്കാതെ ആനകളെ വിശ്രമം കൊടുക്കുക. ഒരു പരിപാടി ആണെങ്കിൽ ഗ്യാപ്പ് ഇടാതെ പരിപാടികൾ എടുക്കുക. ഒരു 2 ദിവസം ആനകൾ വിശ്രമം കൊടുത്ത് പരിപാടികൾ എടുക്കുക. ഇതിനകത്ത് ബിസിനസ് കൂടുന്നുണ്ടോ? ബിസിനസ് എന്ന് പറയുന്നത് ഇതിനിപ്പോ ഒരു ടീമുകൾ ഇതിനെ അങ്ങ് ഒരു വലിയ ബിസിനസ് ആയിട്ട് കാണുന്നുണ്ട്. ഇതിനൊരു വലിയൊരു ലോബിയായിട്ട് ബിസിനസ് ആയിട്ട് അവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനിടയ്ക്കുണ്ട്. തീർച്ചയായും അതങ്ങനെ ഒരു ആളുകൾ ഇതിനിടയ്ക്കുണ്ട്. ഇതിനെപ്പറ്റി ആനകളെ പറ്റി വ്യക്തമായിട്ട് അറിവില്ലാത്ത ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആനയെ നോക്കുന്നതിന് നമുക്ക് ചെലവും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായും. അപ്പൊ അവർക്ക് പൈസ ഇപ്പൊ സർക്കാർ കൊടുക്കത്തില്ല. ഒരിക്കലും ഇല്ല. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ആ ഒരു രീതി കൊടുക്കുന്നു പറയാം. അപ്പൊ ഈ സ്വകാര്യമായിട്ട് നടത്തുന്നവർക്ക് ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതെ. അപ്പൊ പിന്നെ അവർക്ക് പൈസ കണ്ടെത്തണ്ടായി. കണ്ടെത്തണം. നാളെ മുന്നോട്ട് ആന വേണമെങ്കിൽ ഇതിനെ സംരക്ഷിച്ചല്ലേ പറ്റും. അല്ല ഒരു ദിവസം കൊണ്ട് ഈ ബിസിനസ് നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ഈ ആനപ്രേമികൾ
ചിലര് ഉത്സവം മാത്രം കാണുമ്പോ ആനപ്രേമിയാവുന്ന തീർച്ചയായും ആൾക്കാരുണ്ട്. ഉത്സവ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം ആനപ്രേമികളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഓഫ് സീസണിൽ ആന എവിടാണ്, ആനയ്ക്ക് തീറ്റ കിട്ടുന്നുണ്ടോ, വെള്ളമുണ്ടോ, മതപ്പാടി നിൽക്കുമ്പോൾ ആനയ്ക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടോ, സമയത്ത് വെള്ളം കൊടുക്കുന്നുണ്ടോ, തീറ്റ കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും തിരക്കാൻ ആരുമില്ല. ഇങ്ങനൊക്കെ തിരക്കാറുണ്ട്. തീർച്ചയായിട്ടും തിരക്കാം, തീർച്ചയായിട്ടും തിരക്കാം. നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നീ എവിടെ പോകാൻ, നീ കൂടെ ചോദിക്കാൻ. മിക്ക സമയം ഞാൻ നിങ്ങളിൽ മുങ്ങി പലയിടത്തും പോകാറുണ്ട്. നമുക്ക് സീസൺ ഓഫ് സീസൺ ഒന്നുമില്ല. ആനകളെ സംരക്ഷിക്കുക, ഗജ സംരക്ഷണം. ഇത് നമ്മുടെ നാട്ടിലുള്ള നാട്ടാനകളെ എങ്ങനെയും സംരക്ഷിച്ച് നിലനിർത്തി നമ്മുടെ ക്ഷേത്രത്തിന്റെ, നമ്മുടെ നാടിന്റെ പൈതൃകം, നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ പുറത്ത് സ്വീകാര്യത നേടിക്കൊടുത്ത ഏക കാര്യമാണ് ആന എഴുന്നള്ളത്തും ഉത്സവങ്ങളും. ഇതിന് വ്യക്തമായ പങ്കാളിത്തം നമ്മുടെ ഉത്സവങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ പൈതൃകത്തിന് തീർച്ചയായിട്ടും ഉണ്ടെന്ന് അതല്ലേ പറയാൻ പറ്റും. ഇനി ഇവന് സമയം കൊടുത്തു കഴിഞ്ഞാല് ഇനിയും പറയും, ഇവൻ ഇനി മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള ഒരു മണിക്കൂറും കണക്കിന് ആനയെ പറ്റി സംസാരിച്ചോണ്ടേയിരിക്കും. അതാണ് ഇവനിലെ ഒരു ക്വാളിറ്റി എന്നും പറയാം. ചിലപ്പോ ഇവനെ പിടിച്ച് നിർത്തേണ്ടിയും വരും. നമ്മളെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴും ഇവൻ ഇതിനെ പറ്റി അത് ഒരാളുടെ ഒരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു സ്നേഹമാണ്. എനിക്ക് ആദ്യം ഇവൻ ഈ കാണിക്കുന്ന ഒരു നോർമൽ ഉത്സവ പ്രേമിയോ അല്ലെങ്കിൽ അതുപോലാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ കൂടെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയ ടൈമില് അവിടെ ഗുരുവായൂർ അമ്പലത്തിന് അടുത്ത് കുറെ ആനകൾ ഇങ്ങനെ അത് തന്നെ അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാന് ഇതിന്റെ പേര് ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് മറച്ചൊക്കെ വെച്ചിട്ട് ഇവനെ ദൂരെ നിന്നൊക്കെ കാണിച്ചിങ്ങനെ നോക്കി. ഏതാനെ കാണിച്ചാലും ഇവൻ കൃത്യമായിട്ട് വിത്തിൻ സെക്കൻഡ്സ് പേര് പറയും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവന്റെ അതിനോടുള്ള സ്നേഹവും വേറൊന്നും ഒരു ലാഭയിച്ച കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ്. ഇവനെ പോലെ ഒരുപാട് പേരുണ്ട്. അപ്പം അവരാ ഉത്സവത്തിന്റെ താളത്തിലും മേളത്തിലും ഒക്കെ ഇങ്ങനെ ആനയെ കാണുമ്പോഴാണ് അവർക്ക് ആ ഒരു ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഒരാളല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അതായത് കുറെ കാര്യങ്ങൾ സർക്കാരിന് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് കൃത്യമായ ഒരു ടെസ്റ്റിങ് കാര്യങ്ങൾ ഇതിനകത്ത് നടത്തണം, അല്ലെ? ഒരു ആനകൾക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യ മേഖല, അതായത് സംരക്ഷണ മേഖല കേരളത്തിൽ വളരെ പരിതാപകരമാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഒരു നാട്ടാന കഴിഞ്ഞു, അത് വളരെ പരിതാപകരമാണ്. അപ്പൊ അതിന് നല്ല രീതിയിൽ ഒരു മതം ഉള്ള ആനയാണോ എന്നുള്ളത് ഉടമ പറയുന്നത് മാത്രം കേൾക്കാതെ, അത് ഏത് ഉത്സവത്തിനോ അതല്ലെങ്കിൽ ഏത് പള്ളിപ്പെരുന്നാളിനോ എന്തിനോ ആയിക്കോട്ടെ, ഉടമ പറയുന്നത് മാത്രം കേൾക്കാതെ കൃത്യമായി സർട്ടിഫൈഡ് ആയിട്ടുള്ള അതോറിറ്റി അത് ടെസ്റ്റ് ചെയ്യുക. അതിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സർട്ടിഫിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അവരെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ. അത് നല്ല തീരുമാനമല്ല. ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബിസിനസ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം പൈസ എന്ന രീതിയിൽ പൈസ വേണം, ശരിയാണ്. അവരത്ര എഫോർട്ട് എടുക്കുന്നതാണ്, ഞാൻ അതിനെ ഒരിക്കലും തള്ളി പറയുന്നില്ല. പക്ഷേ ഈ മതപ്പാടിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ നിൽക്കുന്ന ടൈമിൽ അതിനെ വരെ മറച്ചു വെച്ചിട്ട് ആ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെതിരെ കൃത്യമായ ആക്ഷൻ, അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ ഒരു ആക്ഷൻ ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സർക്കാർ ചെലവിന് കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നിട്ടിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായും ഉറപ്പായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഉത്സവം ഒഴിവാക്കണം, റോബോട്ടിന്റെ ആന വരണം എന്നൊക്കെ പറയുന്നുണ്ട്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാധനം. കഴിഞ്ഞ ദിവസം ആരണ്ട് മരിക്കുകയൊക്കെ ചെയ്തില്ലേ? അതെ, തമിഴ്നാട്ടിൽ 4 പേര് മരിച്ചിട്ടുണ്ട് ഈ റോബോട്ടിക് ആനയെ. പക്ഷെ അത് വാർത്തയായില്ല, വാർത്താ പ്രാധാന്യം ഇല്ലാതായി. അത് സംഭവിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് അവിടെ മരണം നടക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പം അത് കൊണ്ടുവന്ന് അതിന്റെ മേളിൽ ഇപ്പൊ ഒരു തിടമേറ്റുന്ന ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ പോലും കഴിയും. ഒരു സുഖം ഉണ്ടാവും തോന്നില്ല. എല്ലാത്തിനും പരിഷ്കരിച്ച് എന്നാ പിന്നെ നമുക്ക് മേളം കൂടെ റെക്കോർഡ് ഇടാം, മേളക്കാരെ എല്ലാം ഒഴിവാക്കാം. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇനിയും മറ്റേ വീഡിയോ എടുത്ത് കാണിച്ചാൽ നമ്മള് വാളിൽ കാണിച്ച വലിയ LED വാളുകൾ വരുവാണ്. തൃശ്ശൂർ പൂരം തെക്കേപൂരത്തിന് വേണ്ടി വലിയൊരു വാൾ വെച്ചിട്ട് മൊത്തം നമുക്ക് പ്രദർശിപ്പിക്കാം. പഴയ വീഡിയോസ് കിടക്കുകയല്ലേ. അത് നമ്മൾ മുമ്പേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് വലിയ വലിയ അമ്പലങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവരെ കണ്ടുപഠിക്കണം. മറ്റു ഒരുപാട് ക്ഷേത്രങ്ങൾ അവരെ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആൾക്കാർ പാനിക്കാവാതിരിക്കുക. നമ്മൾ പറഞ്ഞ ഒരു 1-2 നിർദ്ദേശം അത് മീൻസ് ഒരു ആനപ്രേമിയുടെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അത് മനസ്സിലാക്കി അത് കേട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. സർക്കാർ അതിനുള്ള സംവിധാനം കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സയന്റിഫിക് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് എന്തായാലും ഉണ്ട്. കാര്യം ഇപ്പൊ മറ്റേ ഇത് കഴിഞ്ഞപ്പോ മറ്റേ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രശ്നമാണ്, അത് കൃത്യമായിട്ട് അളവിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഒരു പണി കിട്ടിക്കഴിയുമ്പോ അതിന്റെ പുറകിന് പോകുന്ന മലയാളികളുടെ ആ ഒരു പൊതു സ്വഭാവം മാറ്റി വെച്ചിട്ട്
അതിന് മുമ്പ് തന്നെ ഇതിനെതിരെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പ്രശ്നം ഉണ്ടായ ശേഷം അതിന് പുറകെ നടക്കുക എന്നുള്ളത്. ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ഈ ആനയെ സംരക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയുള്ള ഉത്സവങ്ങളിലും നമ്മുടെ നാട് ഇപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. എത്രയോ വിദേശികളാണ് അത് കാണാൻ വരുന്നത്. ഇവൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഇവന് അന്നത്തെ ദിവസം അവിടെ കാണും. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഇവന്റെ കൂടെ ഈ വർഷമെങ്കിലും പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാം. അത് ഈ ആനയില്ലാത്ത തൃശ്ശൂർ പൂരം നിങ്ങളത് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആനയെ കാണാൻ വേണ്ടി മാത്രമാണ് അത്ര ആൾക്കാർ കൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. തീർച്ചയായും. അപ്പൊ ആനയെ പറ്റി പറഞ്ഞപ്പോ ഇന്ന് നമ്മൾ കുറെ കൂടി പോയി. ഇനി കൂടുതലായിട്ട് ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. സംരക്ഷിക്കുക. ഉത്സവ കാര്യങ്ങളോ ഒന്നും ഒഴിവാക്കി ഒരു പരിപാടിയും പറ്റത്തില്ല. ഇതിനെയെല്ലാം നല്ല രീതിയിൽ തന്നെ, അതായത് കുറച്ചു നാൾക്ക് മുമ്പ് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അതേ രീതിയിലോട്ട് തന്നെ ആനയുടെ മുതലാളിമാര് ആനയെ സ്നേഹിക്കാനും കൂടി തയ്യാറാവണം. പൈസയ്ക്ക് മാത്രം ആവരുത്. സർക്കാരും അതിനെതിരെ മുന്നിട്ട് വരിക. പിന്നെ പ്രിയപ്പെട്ട മൃഗസ്നേഹികളെ നിങ്ങള് മീൻസ് ആനയുടെ ഈ പറഞ്ഞ മറ്റ് കാലഘട്ടങ്ങളിലുണ്ടല്ലോ, അതായത് മതപ്പാടും അങ്ങനത്തെ നിൽക്കുന്ന കാലഘട്ടങ്ങളിലുണ്ട്, ഒരുപാട് ആനകൾ ചരിയുന്നുണ്ട്. നിങ്ങളുടെ മൃഗസ്നേഹം അതിലൂടെ കാണിക്കുക. മാത്രം അതെ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആന മറ്റേ വെള്ളത്തിനകത്തില് തണ്ണിത്തോട്ടില് വെള്ളത്തിനകത്ത് നിന്നു 2 ദിവസം. അന്നേരം മൃഗസ്നേഹികൾക്കൊന്നും വലിയ മിണ്ടാട്ടം ഒന്നും ഇല്ലായിരുന്നു. വീഡിയോ എടുത്ത് റീൽ ഇടാനായിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. അല്ല വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോ അത് ചരിഞ്ഞു പോയി. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഈ മൃഗസ്നേഹികള് ഉത്സവത്തിനെതിരെയോ അല്ലെങ്കിൽ ആചാരത്തിനെതിരെയോ അതൊക്കെ വലിയ അജണ്ടയൊന്നും വെച്ചിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതിലൂടെ കാണിക്കും. നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റേത് നമ്മൾ അംഗീകരിക്കില്ലടാ. തീർച്ചയായും. അതും ഇതൂടെ ഇവിടെ പറ്റത്തില്ല. ഓക്കെ, 2 പരിപാടിയും കൂടെ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയും നിനക്ക് വോയിസ് ഇല്ല കേട്ടോ. കഴിഞ്ഞു നിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ. ടാറ്റ.